നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. കോൺഗ്രസിനും CPM-നും മുൻപ് തന്നെ വലിയൊരു കോൺഫിഡൻസോടുകൂടിയാണ് BJP നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. വിജയസാധ്യത കൽപ്പിക്കുന്ന ഇടങ്ങളിൽ, മണ്ഡലങ്ങളിലൊക്കെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, ഏകദേശം ഒരു സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം BJP-യിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ കേട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ നമ്മൾ കേട്ടതാണ് നേമത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞത്, രാജീവ് ചന്ദ്രശേഖർ. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ, മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ നിൽക്കുമെന്നുള്ള വിവരങ്ങൾ, ശോഭാ സുരേന്ദ്രൻ പാലക്കാട് അല്ലെങ്കിൽ ആലപ്പുഴ, കായംകുളം അവിടെ എവിടെയെങ്കിലും ആയിരിക്കുമെന്നുള്ള ഒരു വിവരം, വട്ടിയൂർക്കാവിൽ ശ്രീലേഖയുടെ പേര് കേൾക്കുന്നുണ്ട്, കൃഷ്ണകുമാറിന്റെ പേര് കേൾക്കുന്നുണ്ട്, B. ഗോപാലകൃഷ്ണൻ പട്ടികയിലുണ്ട്. കഴക്കൂട്ടത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മണ്ഡലമാണ്, അവിടെ ഈ പറയുന്ന പോലെ ശക്തനായ നേതാവ് തന്നെയാണ് മുരളീധരൻ ഉണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ശരിക്കും ഒരു വലിയൊരു കോൺഫിഡൻസിൽ തന്നെയാണ് BJP പാളയം എന്നുള്ളത് ഏകദേശം വ്യക്തമാകുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന പോലെ തന്നെ CPM-നും ചില പ്രതിസന്ധികളുണ്ട്, തൊട്ടിപ്പുറത്ത് കോൺഗ്രസിനും UDF-നും ഒക്കെ പ്രതിസന്ധികൾ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ തന്നെ പക്ഷേ ഇതൊന്നും അലട്ടാതെ ഒരു വലിയൊരു എൻട്രിക്ക് തയ്യാറായി നിൽക്കുകയാണ് BJP. അവർ വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ BJP അക്കൗണ്ട് തുറക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. കേരളത്തിൽ തങ്ങൾ അക്കൗണ്ട് തുറക്കും. അന്ന് CPM പറഞ്ഞത് അക്കൗണ്ട് പൂട്ടിക്കുമെന്നാണ്. കാരണം അതിനു മുമ്പ് നമ്മുടെ നേമം മണ്ഡലം വളരെ സുരക്ഷിതമായി BJP കൈപ്പിടിയിൽ ഒതുക്കിയിരുന്നു. നേമത്ത് BJP-യെ തീർക്കും, BJP-യെ തളയ്ക്കും എന്നൊക്കെയായിരുന്നു CPM വെല്ലുവിളി ഉയർത്തിയത്. പിന്നീട് നമ്മൾ കണ്ടത് 2021 തെരഞ്ഞെടുപ്പിൽ അന്ന് നേമത്ത് LDF UDF തമ്മിലുള്ള ഒരു രഹസ്യ ബാന്ധവമാണ്. അങ്ങനെ നേമം LDF തന്നെ തിരിച്ചു പിടിച്ചു. എന്നാൽ 2026 എത്തി നിൽക്കുമ്പോൾ BJP-യുടെ അവകാശവാദം മറ്റൊരു തലത്തിലാണ്. ഇക്കുറി അവർ ലക്ഷ്യം വയ്ക്കുന്നത് 30 സീറ്റുകൾ. 30 സീറ്റുകൾ ലക്ഷ്യം വയ്ക്കുമ്പോൾ അതിൻ്റെ 1/3 വിജയിക്കുക, 10 സീറ്റുകളിലെങ്കിലും വിജയമുറപ്പിക്കുക. എന്നാൽ നമുക്ക് ഇക്കുറി വളരെ പ്രകടമായ ചില വ്യതിയാനങ്ങൾ പല മണ്ഡലങ്ങളിലും BJP-ക്ക് അനുകൂലമായി നിൽക്കുന്നത് കാണാം. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് തിരുവനന്തപുരം ജില്ലയിലെ ചില മണ്ഡലങ്ങളാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നെക്ക് ടു നെക്ക് മത്സരമാണ് രാജീവ് ചന്ദ്രശേഖറും നമ്മുടെ ശശി തരൂരും തമ്മിൽ നടന്നത്. അന്ന് രാജീവ് ചന്ദ്രശേഖർ മുന്നിട്ട് വന്ന തിരുവനന്തപുരം നഗരത്തിലെ ചില മണ്ഡലങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം തുടങ്ങിയ മണ്ഡലങ്ങളിൽ അന്ന് BJP ഒരു കൊടുങ്കാറ്റ് പോലെ വളർന്നു വരുന്നത് കണ്ടതാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരം പിടിച്ചടക്കിക്കൊണ്ട് അവരുടെ അജയ്യത ഒരിക്കൽ കൂടി വിളിച്ചോതി. എങ്ങനെയാണ് നഗരസഭാ ഭരണം അവർ പിടിച്ചെടുത്തത്? നമുക്കതിൽ നിന്ന് ഈ നിയമസഭയിലേക്ക് വരാം. ഇക്കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭ പിടിക്കണം എന്ന ആദ്യ നിർദ്ദേശം നൽകിയത് RSS ആണ്. RSS-ൽ നിന്ന് ഇപ്പോൾ BJP-ക്ക് ഒരു സംഘടനാ സെക്രട്ടറി ഇല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. എങ്കിലും RSS തിരുവനന്തപുരം നഗരം BJP-ക്ക് വേണ്ടി പിടിച്ചെടുക്കാൻ ഒരു ഉശിരൻ തീരുമാനമെടുക്കുന്നു. പിന്നീട് നമ്മൾ കണ്ടത് വാർഡ് തലത്തിൽ RSS ഏകോപനത്തോടെ BJP പ്രവർത്തനം തുടരുന്ന കാഴ്ചയാണ്. ശരിക്കും ഒരു RSS വിജയമാണ് തിരുവനന്തപുരം നഗരത്തിൽ കണ്ടത്. അത് അവരുടെ ഒരു പരീക്ഷണമായിരുന്നു. RSS-ന് അവരുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയും. 2021 അതിനുശേഷം 2025 ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ RSS ഇത്തരത്തിൽ ഇറങ്ങിക്കളിച്ചിരുന്നില്ല. രാജീവ് ചന്ദ്രശേഖർ BJP-യുടെ അധ്യക്ഷനായതിനു ശേഷം അദ്ദേഹം RSS കാര്യാലയവുമായി വളരെ അടുപ്പം സൂക്ഷിച്ചു. കാരണം അദ്ദേഹത്തിന് നേരത്തെ തന്നെ പൂനെ RSS ആസ്ഥാനം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ്. അപ്പോൾ ഇക്കുറി അമിത്ഷാ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ നിർദ്ദേശിച്ചത് കൃത്യതയോടെ RSS-വുമായി ഒരു സമവായത്തിലെത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. അതിൻ്റെ തുടർച്ചയായിരുന്നു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ തിരുവനന്തപുരം നഗരത്തിലെ ആ പോരാട്ടം. ഒരാഴ്ച മുൻപ് ആലുവയിൽ വെച്ച് RSS-ൻ്റെ ഉന്നത നേതാക്കൾ ചേർന്ന ഒരു ശക്തമായ യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിൽ ചില ശ്രദ്ധേയമായ തീരുമാനങ്ങൾ അവർ കൈക്കൊണ്ടു. RSS പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത് 50 നിയോജക മണ്ഡലങ്ങളിലാണ്. ഈ 50 നിയോജക മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് BJP ഇപ്പോൾ വരച്ചിട്ടിരിക്കുന്ന 35 A ക്ലാസ് മണ്ഡലങ്ങൾ ഉൾപ്പെടെയാണ്. ഈ മണ്ഡലങ്ങളിൽ വളരെ ശക്തമായ ഒരു ഏകോപനത്തോടെ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് RSS കൈക്കൊണ്ട തീരുമാനം. BL സന്തോഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ, ദേശീയ നേതാക്കളൊക്കെ ആലുവയിൽ നടന്ന RSS യോഗത്തിലുണ്ടായിരുന്നു. അതിൽ BJP-യുടെ ഉന്നത നേതാക്കളും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു.
RSS മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളുണ്ട്. അതിലൊന്ന്, സ്ഥാനാർത്ഥി നിർണയം RSSുമായുള്ള കൂടിയാലോചനകൾക്ക് ശേഷമേ പ്രഖ്യാപിക്കാവൂ. ഇപ്പോൾ ആദ്യ ലിസ്റ്റ് BJP ദേശീയ നേതൃത്വത്തിന് കൈമാറുമ്പോൾ RSSൻ്റെ പൂർണ്ണ അംഗീകാരത്തോടെയാണ് ലിസ്റ്റ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. ലിസ്റ്റിൽ സാധ്യതയിലുള്ള സ്ഥാനാർത്ഥികളുടെ പേര്, വിവരങ്ങളൊക്കെ RSS അംഗീകാരം കൊടുത്തവയാണ്. RSS അതിൻ്റെ താഴെയുള്ള യൂണിറ്റുകൾക്ക് നൽകിയ നിർദ്ദേശവും കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരത്തിൽ അവർ നടത്തിയ പ്രവർത്തനങ്ങളുടെ അതേ രീതി തന്നെ തുടരാനാണ്. വാർഡ് തലത്തിൽ കൃത്യതയോടെ ഏകോപനം ഉണ്ടാവുക, RSSൻ്റെ ഒരു വോട്ട് പോലും മിസ്സാവാതിരിക്കുക, അത് BJPയിലേക്ക് തന്നെ ചെല്ലുക. 2021 വിജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ മറ്റ് സ്ഥാനാർത്ഥികളിലേക്ക് വോട്ട് പോയി എങ്കിൽ ഇക്കുറി അവർ A ക്ലാസ് മണ്ഡലങ്ങളായി കരുതുന്ന 35 ഇടത്ത് ഒരു വോട്ട് പോലും മിസ്സാവരുത്. അതാണ് RSSൻ്റെ നിശ്ചയം. അപ്പോൾ RSSൻ്റെ സഹകരണത്തോടെ BJP തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് വരുന്നു ഒരു വശത്ത്. മറുവശത്ത് ചില സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതാണ് നേരത്തെ പ്രശോഭ സൂചിപ്പിച്ചത്. അതിലൊന്ന് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖർ തൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 6 മാസമായി നേമം കേന്ദ്രീകരിച്ച്. അവിടെ BJP വാർഡ് തലത്തിൽ സുസജ്ജമാണ് തെരഞ്ഞെടുപ്പിന്. കൃത്യതയോടെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ. വളരെ ഒരു വലിയ പ്രൊഫഷണലിസം BJP അവിടെ ഉപയോഗിക്കുന്നുണ്ട്. സമാനമാണ് കഴക്കൂട്ടം. നമുക്കറിയാം B മുരളീധരൻ കഴിഞ്ഞ 2025 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് കഴക്കൂട്ടത്ത് മത്സരിക്കുമ്പോൾ വലിയ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. B മുരളീധരനെ സംബന്ധിച്ച് കഴക്കൂട്ടം മണ്ഡലം കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയും എന്നൊരു കോൺഫിഡൻസ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ശരിക്കും കാഴ്ചവെച്ചു. അപ്പോൾ നമുക്ക് കഴക്കൂട്ടം ഏറെ പ്രതീക്ഷയോടെ അവർ നോക്കിക്കാണുന്നു എങ്കിൽ അതിൽ തെറ്റ് പറയാൻ കഴിയില്ല. പിന്നീട് അവരുടെ ഏറെ പ്രതീക്ഷയുള്ളൊരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. പക്ഷെ വട്ടിയൂർക്കാവിൻ്റെ പ്രത്യേകത നമുക്കറിയാം. പഴയ I ഗ്രൂപ്പ് കോൺഗ്രസ് കൂടുതലുള്ള ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അവിടെ ഒരു നായർ സമുദായത്തിന് വലിയ പ്രാതിനിധ്യമുണ്ട്, ക്രിസ്ത്യൻ സമുദായമുണ്ട്. തിരുവനന്തപുരത്തെ ഒരു കോസ്മോപൊളിറ്റൻ കൾച്ചറാണ് ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ. വട്ടിയൂർക്കാവ് മണ്ഡലം പൊതുവെ ശശി തരൂരിനെ സ്വീകരിക്കുന്ന കാഴ്ച മുൻകാലങ്ങളിൽ കണ്ടു എങ്കിലും എല്ലാറ്റിനും ഒടുവിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു പ്രഭ അത് നമ്മൾ വട്ടിയൂർക്കാവ് മണ്ഡലം അംഗീകരിക്കുന്ന കാഴ്ചയുണ്ട്. അപ്പോൾ വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് നല്ല ഉശിരുള്ള, പ്രതീക്ഷയുള്ള ഒരു വിദ്യാഭ്യാസ തലത്തിലും അല്ലെങ്കിൽ കഴിവിൻ്റെ തലത്തിലുമൊക്കെ മികവുറ്റവരെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയുണ്ട്. ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പ്രശാന്താണ്, VK പ്രശാന്ത്. പ്രശാന്തിനെ സംബന്ധിച്ച് ഓടി നടന്ന് ജോലി ചെയ്യുന്നതിലും ജനകീയത സൂക്ഷിക്കുന്നതിലുമൊക്കെ ഒട്ടും പിന്നിലല്ല. നിരവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയാം വളരെ ഇടുങ്ങിക്കിടന്നിരുന്ന പല സ്ഥലങ്ങളും, പേരൂർക്കട അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് ഒക്കെ ഇന്ന് വളരെ വീതി കൂടിയ റോഡുകൾ, അവിടെ വികസനം വളരെ ദ്രുതഗതിയിൽ വരുന്നുണ്ട്. പക്ഷേ വികസനത്തിൻ്റെ തോത് മാറ്റിവെച്ചാൽ വലിയ രാഷ്ട്രീയ വെല്ലുവിളിയാണ് പ്രശാന്തിന് നേരിടേണ്ടി വരുന്നത്. കാരണം BJP വളരെ ശക്തിയോടെ വളർന്നു വന്നൊരു മണ്ഡലമാണ്. വട്ടിയൂർക്കാവ് കേരളം ഉറ്റുനോക്കുന്ന ഒരു മത്സരത്തിലേക്ക് തിരിയുമെന്നതിൽ സംശയം വേണ്ട. ഞാൻ പ്രശാന്തിനെ കുറച്ച് കാട്ടുന്നില്ല. പക്ഷേ K മുരളീധരൻ കളത്തിലിറങ്ങുമ്പോൾ പഴയ ആ ഒരു I ഗ്രൂപ്പ് കോൺഗ്രസ് ഉണരും. അവിടെ ഒരു കുറച്ചൊരു പഴയ നായർ തറവാടുകളൊക്കെ ഒപ്പം നിർത്താൻ കരുണാകരൻ്റെ ഒരു ലെഗസി പേറുന്ന മുരളീധരന് കഴിയും. ഇവിടേക്ക് ഏത് സ്ഥാനാർത്ഥി എത്തും? അതാണ് കേരളം ഉറ്റുനോക്കുന്നത്. ശാസ്തമംഗലം വാർഡിൽ വിജയിച്ച BJP കൗൺസിലർ ശ്രീലേഖയ്ക്ക് വലിയ സ്വാധീനമുണ്ട് അവിടെ. പക്ഷേ ശ്രീലേഖയെ സംബന്ധിച്ച് എത്രമാത്രം ജനകീയതയുണ്ട് എന്നൊരു ചോദ്യമാണ് അവർ നേരിടുന്നത്. മറ്റൊന്ന്, മേയർ തെരഞ്ഞെടുപ്പിൽ BJP പ്രവർത്തകരെ പോലും വിഷമിപ്പിക്കുന്ന പല പ്രസ്താവനകളും, പിന്നീട് BJP പ്രവർത്തകർക്ക് അവരോടൊരു അമർഷമുണ്ട്. ശ്രീലേഖയ്ക്ക് നറുക്ക് വീഴാനുള്ള സാധ്യതയില്ല. കൃഷ്ണകുമാർ നല്ല മികവുറ്റൊരു സ്ഥാനാർത്ഥി തന്നെയാണ്. പക്ഷേ വട്ടിയൂർക്കാവിൽ നിന്ന് കൃഷ്ണകുമാർ പ്രവർത്തിച്ചോ എന്നുള്ള സംശയം പാർട്ടിക്കുണ്ട്. ഇവിടെയാണ് ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്തെ ഒരു കൂട്ടം BJP പ്രവർത്തകർ മുറവിളി കൂട്ടുന്നത്. ശോഭയെ വിളിക്കൂ, വട്ടിയൂർക്കാവിനെ രക്ഷിക്കൂ. ഈ ശോഭാ സുരേന്ദ്രൻ ഒരു അത്ഭുത താരമാണ്. കേരളത്തിലെ 6 മണ്ഡലങ്ങൾ ഇപ്പോൾ ശോഭയ്ക്ക് വേണ്ടി പിടിവലി കൂടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ആലപ്പുഴ ജില്ലയിലെ 2 മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് കായംകുളം. ചെങ്ങന്നൂർ നമ്മുടെ സന്ദീപ് വചസ്പതി ഉണ്ടെങ്കിലും ചെങ്ങന്നൂർ മണ്ഡലത്തിലേക്കും ശോഭയെ വേണമെന്ന് പറയുന്നവരുണ്ട്. കാരണം ചെങ്ങന്നൂർ വലിയ വിജയപ്രതീക്ഷയുള്ള മണ്ഡലമാണ് BJPയെ സംബന്ധിച്ച്. അവിടെ സന്ദീപ് ആപ്റ്റ് കാൻഡിഡേറ്റാണ്.
അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ. മറ്റു ചിലർ പറയുന്നുണ്ട് അവിടെ PS ശ്രീധരൻപിള്ള പഴയ ഗോവ ഗവർണർ മത്സരിക്കണമെന്ന്. പിന്നീട് പാലക്കാട് മാങ്കൂട്ടം അടിമുടി വിവാദങ്ങളിൽപ്പെട്ട പാലക്കാട് മണ്ഡലം. ബേസിക്കലി പാലക്കാട് മണ്ഡലം ഒരു തലത്തിൽ പറഞ്ഞാൽ BJPയുടേതെന്ന് നമുക്ക് പറയാം. കാരണം അത്രയധികം വേരോട്ടമുള്ളൊരു മണ്ഡലമാണ്. പണ്ട് മുമ്പ് നമ്മൾ കണ്ടതാണ് നമ്മുടെ ശ്രീധരനൊക്കെ മത്സരിക്കുന്ന ഒരു ഉശിരൻ കാഴ്ച. അത് വെച്ച് ഇപ്പോൾ കാലഘട്ടം മാറി നിൽക്കുമ്പോൾ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ഇറങ്ങിയാൽ വിജയിക്കും എന്ന BJPയുടെ പ്രതീക്ഷ ഒട്ടും ആസ്ഥാനത്തല്ല. കഴക്കൂട്ടമാണ് ശോഭാ സുരേന്ദ്രന് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ഡലം. കാരണം കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രൻ 2021 മത്സരത്തിനിറങ്ങിയതാണ്. അന്ന് കടകംപള്ളി 63,690 വോട്ടുകളാണ് നേടിയത്, 46%. ശോഭാ സുരേന്ദ്രൻ മുൻപത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ ശരവേഗത്തിൽ അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലാണ് ശോഭയുടെ പേര് പ്രഖ്യാപിച്ചത്. എന്നിട്ട് ശോഭ തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങി അവിടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ മാസ്മരികതയാണ് കാഴ്ചവെച്ചത്. ശോഭയ്ക്ക് അവിടെ കിട്ടിയ 40,193 വോട്ടുകൾ, അതായത് 30% വോട്ട് ഷെയർ മേടിച്ചെടുക്കാൻ കഴിഞ്ഞു. അന്ന് SS ലാലെന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 32,000 വോട്ടുകൾ കിട്ടിയുള്ളൂ. 32,995 എന്ന് പറഞ്ഞാൽ 24%. അപ്പോൾ കഴക്കൂട്ടം മണ്ഡലത്തിൽ വലിയ തേരോട്ടം നടത്തിയ ശോഭാ സുരേന്ദ്രന് 2026 ഒരുപക്ഷെ ആ കഴക്കൂട്ടത്ത് അതേ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി പ്രവർത്തിച്ചിരുന്നു എങ്കിൽ വിജയസാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ മുരളീധരനെ സംബന്ധിച്ച് സ്വന്തം തട്ടകമാണ്, അത് വിട്ടുകൊടുക്കില്ല. മുരളീധരനെ കുറ്റം പറയാൻ കഴിയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കാഴ്ചവെച്ച മണ്ഡലമാണ്. അതുകൊണ്ട് കഴക്കൂട്ടം ശോഭയിൽ നിന്ന് നമ്മുടെ മുരളീധരനിലേക്ക് പോകുന്നു. പകരം ശോഭാ സുരേന്ദ്രൻ വട്ടിയൂർക്കാവിലെത്താനുള്ള സാധ്യത നിലനിൽക്കുന്നു. വട്ടിയൂർക്കാവിൽ ശോഭാ സുരേന്ദ്രൻ എത്തുമ്പോൾ തിരുവനന്തപുരത്തെ BJP പ്രവർത്തകർ ഉണരും. അതാണ് അവിടെ സംഭവിക്കുക. അതിൻ്റെ ചലനങ്ങൾ തീർച്ചയായിട്ടും മറ്റ് അരുവിക്കര അല്ലെങ്കിൽ കാട്ടാക്കട മണ്ഡലങ്ങൾ, അരുവിക്കര വലിയ പ്രതീക്ഷയൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ കാട്ടാക്കട മണ്ഡലം, കാട്ടാക്കടയിൽ ചിലപ്പോൾ ഒരു അത്ഭുതമൊക്കെ സൃഷ്ടിക്കാൻ കഴിഞ്ഞേക്കാം. വിജയം നമുക്ക് പ്രവചിക്കുക വയ്യ. പക്ഷേ ശോഭാ സുരേന്ദ്രൻ വട്ടിയൂർക്കാവിൽ മത്സരിച്ചാൽ അതിന് ഗുണം ലഭിക്കുക മറ്റ് 2 പേർ കൂടെയായിരിക്കും. ഒന്ന് നേമത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനും കഴക്കൂട്ടത്ത് മത്സരിക്കുന്ന മുരളീധരനും. അതുകൊണ്ട് തന്നെ മുരളീധരൻ വിരുദ്ധ ഗ്രൂപ്പിലാണ് ശോഭാ സുരേന്ദ്രനെങ്കിലും മുരളീധരൻ വിഭാഗം എതിർക്കില്ല വട്ടിയൂർക്കാവിലേക്ക് ശോഭ വരുന്നതിനെ. മറ്റൊന്ന്, വടക്കൻ മലബാറിൽ നിന്ന് ശോഭയെ തിരുവനന്തപുരത്തേക്കൊന്ന് തള്ളിവിടാൻ പല നേതാക്കൾക്കും കഴിയുന്ന അവർക്കൊരു അനുഗ്രഹമാണ്. ശോഭ അത്ര ഒരു ക്രൗഡ് പുള്ളറാണ്. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ശോഭ ഒരു കൊടുങ്കാറ്റ് പോലെയാണ് വരുന്നത്. വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാധ്യമപ്രവർത്തകരെ കയ്യിലെടുക്കും. പണ്ട് നമുക്കറിയാം, ആ കഴക്കൂട്ടത്ത് മത്സരിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ പാർട്ടിയെ വെല്ലുവിളിച്ചായിരുന്നു ശോഭ കഴക്കൂട്ടത്തേക്ക് വന്നത്. ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ നമുക്കറിയാം EP ജയരാജനെ അന്ന് ആലില പോലെ വിറപ്പിച്ച് കളഞ്ഞു. ജയരാജനും നമ്മുടെ അന്ന് BJPയുടെ കേന്ദ്ര നേതാവുമായുള്ള സംഭാഷണമൊക്കെ പച്ചയ്ക്ക് പുറത്തേക്ക് വിട്ടത് ശോഭാ സുരേന്ദ്രനാണ്. EP-യുടെ തൊലി ഉരിഞ്ഞു പോകുന്ന കാഴ്ച, അവരുടെ രഹസ്യ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടു. അന്ന് തെരഞ്ഞെടുപ്പിനെ ഒരു തലത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വിഷയം നിയന്ത്രിക്കുന്നതിൽ പോലും അന്ന് ശോഭയുടെ ഒരു വളരെ മനോഹരമായ ഇടപെടലുകളുണ്ടായിരുന്നു. ശോഭ അങ്ങനെ ഒരു വല്ലാത്ത ഒരു താരമാണ്. 2019 ഡോക്ടർ KS രാധാകൃഷ്ണനാണ് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിച്ചത്. അന്ന് 1,87,729 വോട്ടുകളാണ് രാധാകൃഷ്ണൻ കിട്ടിയത്. പക്ഷേ 2024 അവിടെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ ശോഭ നേടിയെടുത്തത് 2,99,648 വോട്ട്. അതൊരു നിസ്സാര കണക്കല്ല. ഇതേ ശോഭ 2014 ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ മത്സരിച്ചപ്പോൾ അന്ന് 2019 ആറ്റിങ്ങലിൽ മത്സരിക്കുമ്പോൾ ശോഭയ്ക്കെന്ന് കിട്ടിയത് 2,48,000 വോട്ടാണ്. 2014 മത്സരിച്ച BJP സ്ഥാനാർത്ഥിക്ക് അന്ന് ആറ്റിങ്ങലിൽ കിട്ടിയത് വെറും 92,000. 92-ൽ നിന്നും 3 ഇരട്ടിയായി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വോട്ട് ഷെയർ മാറ്റി. ആലപ്പുഴയിലും അതുതന്നെയാണ് കണ്ടത്, കഴക്കൂട്ടത്തും അതുതന്നെയാണ് കണ്ടത്. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ഈ അത്ഭുതം നമുക്ക് കാണാം. അതുകൊണ്ടാണ് വട്ടിയൂർക്കാവിലേക്ക് ശോഭാ സുരേന്ദ്രൻ വരണം എന്നവർ വളരെ നിർബന്ധിതമായി വാശി പിടിക്കുന്നത്. അതിൽ നമുക്ക് BJPയുടെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിനെ നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാം. 1. 2, ഈ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ ചിലതൊന്ന് സന്ദീപ് വചസ്പതിയുടെയാണ്. വചസ്പതി ഒരു യൂത്ത് നേതാവ് എന്നുള്ള തലത്തിലൊക്കെ നല്ല വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ്. ആലപ്പുഴ ജില്ല കേന്ദ്രീകരിച്ച് ശക്തമായ പ്രചരണങ്ങളും പരിപാടികളുമൊക്കെയായി വചസ്പതി ആലപ്പുഴയിൽ തന്നെയുണ്ട്.
പിന്നീട് നമുക്ക് വലിയ വ്യതിയാനം കാണാൻ കഴിയുന്നത് കൊച്ചിയിലാണ്. 2020 വരവോടെ 6 സീറ്റുകൾ 2020 കൊടുക്കും എന്നാണ് ഇപ്പോഴത്തെ പ്രഖ്യാപനം. ആലപ്പുഴയിൽ BDJSുമായുള്ള ബാന്ധവത്തിന് കുറവൊന്നുമില്ല. തൃപ്പൂണിത്തുറയിൽ മത്സരിക്കണമെന്ന വലിയ ശക്തമായ നിർബന്ധമാണ് സാബു M. ജേക്കബിന് മേൽ ചെലുത്തുന്നത്. പക്ഷേ സാബു തൃപ്പൂണിത്തുറയിൽ നിന്ന് മത്സരിക്കാനുള്ള സാധ്യതയില്ല. സാബുവിൻ്റെ തട്ടകത്തിൽ മത്സരിക്കുക ബുദ്ധിമുട്ടായതുകൊണ്ടാണ് മറ്റ് സ്ഥലങ്ങളിൽ നോക്കുന്നത്. എന്തായാലും 2020 BJPയും ചേരുമ്പോൾ എറണാകുളത്ത് എന്ത് അത്ഭുതം നടക്കും, അത് കേരളം ഉറ്റുനോക്കുകയാണ്. ഈ 2020യുടെ ഇമ്പാക്റ്റ് മധ്യ തിരുവിതാംകൂറിൽ പൊതുവെ ഒരു കുറച്ചുകൂടി പ്രകടമാകാൻ സാധ്യതയുണ്ട്. കാരണം പഴയ UDFിലുണ്ടായിരുന്ന PC ജോർജ് ഇപ്പോൾ BJPയിലാണ്. PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജിന് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. കോട്ടയം ജില്ലയിൽ ഷോൺ ജോർജിനെ, ജോർജ് കുര്യനെ ഒക്കെ ഇറക്കി കളിക്കാനാണ് BJPയുടെ തീരുമാനം. കാഞ്ഞിരപ്പള്ളി നോബിൾ മാത്യുവിനും സാധ്യതയുണ്ട് ഏറെ. നോബിൾ മാത്യു നല്ല കൈയടക്കമുള്ള ഒരു നേതാവാണ്. കാഞ്ഞിരപ്പള്ളിയിൽ വലിയ സ്വാധീനമുണ്ട്. കാഞ്ഞിരപ്പള്ളി കോളേജിലൊക്കെ പഠിച്ച അവിടെ യൂണിയൻ ഭാരവാഹിയൊക്കെ ആയിരുന്നു. നോബിൾ എൻ്റെ സീനിയറാണ്. നോബിൾ കാഞ്ഞിരപ്പള്ളിയിൽ ഇറങ്ങും എന്ന് തന്നെയാണ് പൊതുവെ BJP സൂചിപ്പിക്കുന്നത്. ജോർജ് കുര്യനെ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിപ്പിക്കാൻ മറ്റ് ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പാലായിൽ ഷോൺ ജോർജ് പാലായിൽ എത്രമാത്രം തരംഗം സൃഷ്ടിക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. സമാനമായ തലത്തിൽ പൂഞ്ഞാറിൽ വീണ്ടും NDAക്ക് വേണ്ടി PC ജോർജ് ആശാനിറങ്ങും എന്ന പ്രചരണം നിൽക്കുന്നു. പാലക്കാട് ശോഭയാണോ? കൃഷ്ണകുമാറിൻ്റെ പേര് ഇക്കുറി ഉയർന്ന് കേൾക്കുന്നില്ല. കാരണം കൃഷ്ണകുമാർ നിരവധി വിവാദങ്ങളിലൊക്കെ മുമ്പ് പെട്ടിരുന്നു. C. കൃഷ്ണകുമാർ. പാലക്കാട് കഴിഞ്ഞ് നമ്മൾ മറ്റു മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോൾ എടുത്തു പറയേണ്ടത് മഞ്ചേശ്വരമാണ്. സുരേന്ദ്രൻ തന്നെ. നമുക്കറിയാം സുരേന്ദ്രൻ അവസാന 2021 മത്സരിച്ചപ്പോൾ അന്ന് ഉശിരൻ പോര് പുറത്തെടുത്ത ഒരു താരമാണ്. ഇന്ന് കോന്നിയിലും അന്ന് സുരേന്ദ്രൻ്റെ ഒരു പ്രഭ നമ്മൾ കണ്ടതാണ്. ചുരുക്കത്തിൽ BJPയെ സംബന്ധിച്ച് ഇക്കുറി വളരെ നേതൃവൈഭവമുള്ള ഒരുപിടി നേതാക്കൾ അവർക്ക് പാർട്ടിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതവരെ ഈ മത്സരത്തിൽ മുന്നോട്ട് നയിക്കാൻ വലിയൊരു കാരണമാകും. കാരണം ആ നേതാക്കളുടെ വ്യക്തി വൈഭവം, ആ നേതാക്കൾക്ക് പ്രവർത്തകർക്കിടയിൽ ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം, പിന്നെ മറ്റൊന്ന് നരേന്ദ്രമോദിയുടെ ഒരു ഇമേജ്, അത് വലിയ തോതിൽ വോട്ടാക്കി മാറ്റാം എന്ന പ്രതീക്ഷ BJPക്കുണ്ട്. ഇത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കെ മറുവശത്ത് ഭരണവിരുദ്ധത എത്രമാത്രം BJPയിലേക്ക് ഒഴുകും. പ്രത്യേകിച്ച് ഈ UDFിൻ്റെ പ്രശ്നം, UDFിൽ ലീഗിനുള്ള സ്വാധീനമാണ്. ലീഗ് UDFിനെ വിഴുങ്ങി നിൽക്കുന്നു എന്നൊരു പൊതുബോധം കേരളത്തിൻ്റെ ഒരു ബോധം മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈന്ദവ സമുദായത്തിലെ ഒരു വലിയ ശതമാനം വോട്ടുകളെക്കുറി BJP പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയില്ല എത്രമാത്രം BJPയിലേക്ക് ഒഴുകുമെന്ന്. ആ BJPയിലേക്കുള്ള ഒഴുക്ക് തടയിടാനാണ് CPM ഇക്കുറി 2021 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് അന്ന് മുസ്ലിം സമുദായത്തെയൊക്കെ ചേർത്ത് പിടിച്ച CPM ഇക്കുറി ഹിന്ദു സമുദായത്തെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് അടപടലം പാളി. ആഗോള അയ്യപ്പ സംഗമം, ശബരിമല കൊള്ള, ഇതൊക്കെ വലിയ തോതിൽ പ്രഹരമേൽപ്പിച്ചിട്ടുണ്ട്. ആ പ്രഹരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ UDFിൻ്റെ ചില നേതാക്കളെ കൂട്ടിക്കെട്ടിയപ്പോൾ അതിൻ്റെ ആത്യന്തിക ഗുണഭോക്താവ് BJP ആകുമോ അതും നമുക്കറിയില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ BJPക്ക് കഴിഞ്ഞാൽ കേരളത്തിൽ അതൊരു പുതുചരിത്രമാകും. നമുക്കറിയാം ഈ കരുത്തുറ്റ നേതാക്കളെ തന്നെ കളത്തിലിറക്കാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. പക്ഷേ അപ്പോഴും എല്ലാം അനുകൂലമാണോ എന്നുള്ളൊരു ചോദ്യമാണ്. കാരണം നമുക്കറിയാം നമ്മൾ ഈ കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. എയിംസും അതിവേഗ റെയിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കിട്ടിയത് ആമ വളർത്തലിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് മാത്രമാണ്. അതിൽ വലിയ ട്രോളും കാര്യങ്ങളും ഇപ്പോൾ തന്നെ ശക്തമാണ്. അത് പ്രതിപക്ഷങ്ങൾ അത് ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു വിഷയം, ഇതിനു മുൻപ് നമുക്ക് BJPക്ക് നേരെ ഒരു വലിയ വിമർശനമായി നിന്നിരുന്നത് വയനാടിനെ തിരിഞ്ഞുപോലും നോക്കിയില്ല എന്നുള്ളൊരു അമർഷം അത് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതും ഒരു കാര്യമാണ്. മറ്റൊരു വിഷയം, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന, കന്യാസ്ത്രീകൾക്ക് നേരെ നടക്കുന്ന, ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ഈ അതിക്രമങ്ങൾ നമ്മൾ കണ്ടതായിരുന്നു. ഈ പറയുന്ന ഡിസംബറിൽ ക്രിസ്മസ് മാസം വലിയ രീതിയിലുള്ള അതിക്രമങ്ങളായിരുന്നു ഈ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായത്. അതെല്ലാം ഇവിടെ ചർച്ചയാകുന്നുണ്ട്. നമ്മളിടയ്ക്ക് കണ്ടതാണ് ക്രൈസ്തവരെ ചേർത്ത് നിർത്താനുള്ള ഈ പറയുന്ന BJPയുടെ പരക്കമ്പാച്ചിൽ നമ്മൾ കണ്ടതാണ്. പള്ളിയിലേക്ക് നരേന്ദ്രമോദി ഓടിപ്പോകുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതെല്ലാം ഇവിടെ ചർച്ചയാകുന്ന ഒരു വിഷയം തന്നെയല്ലേ? അപ്പോൾ അത്ര എളുപ്പമാകുമോ കാര്യങ്ങൾ? ക്രൈസ്തവ സമുദായത്തെ പലരും ഇരയാക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ ഇരവാദം ഉന്നയിച്ചൊക്കെ അതിനെ പർവ്വതീകരിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ന്യൂനപക്ഷ ഭൂരിപക്ഷ സമൂഹത്തിനുള്ളിൽ പലപ്പോഴും
അതിക്രമങ്ങളൊക്കെ ഉണ്ടാകും. നമ്മളതിനെ നിസ്സാരവൽക്കരിക്കുകയല്ല. BJPയുടെ ഗവൺമെൻറ് ഇന്ത്യ ഭരിക്കുമ്പോൾ മാത്രമല്ല, മുൻപ് മൻമോഹൻ സിംഗ് ഭരിച്ചപ്പോഴും സമാനമായ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ന്യൂനപക്ഷ വേട്ട എന്നൊന്നും നമുക്ക് ഇത്തരം സംഭവങ്ങളെ അങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. അതൊക്കെ അടിസ്ഥാനരഹിതമാണ്. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉത്തരേന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷേ അവിടെയൊക്കെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകൾ നമുക്ക് കാണാം. ക്രൈസ്തവ സമുദായത്തെ ചേർത്ത് പിടിക്കുന്ന പല നടപടികളും അവരുടെ ഭാഗത്തുനിന്ന് കാണാം. ഇപ്പോൾ ജോർജ് കുര്യൻ വന്നിരിക്കുന്നു. കേരളത്തിലെ ക്രൈസ്തവ സഭയെ ചേർത്ത് പിടിക്കാൻ രാജീവ് ചന്ദ്രശേഖർ വല്ലാത്ത ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ന്യൂനപക്ഷ പീഡനം, ന്യൂനപക്ഷ വേട്ട അതൊന്നും കേരളത്തിൽ വലിയ ഒരു വിഷയമാകുമെന്ന് നമുക്കിപ്പോൾ ചിന്തിക്കുക വയ്യ. മറുവശത്ത് നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിനൊന്നും തന്നില്ല. കഴിഞ്ഞ ബഡ്ജറ്റുകളിലൊക്കെ പലതും തന്നത് BJP നേതൃത്വം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇക്കുറി എയിംസ് കിട്ടിയില്ല, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ എയിംസിൻ്റെ സാധ്യത നിലനിൽക്കുന്നു എന്നാണ് ഇപ്പോഴും സുരേഷ് ഗോപി പറയുന്നത്. ഒരു വർഷത്തെ ബഡ്ജറ്റേ ഇപ്പോൾ വീണിട്ടുള്ളൂ, ഇനിയും ബഡ്ജറ്റുകൾ വീഴാനുണ്ട്. എയിംസ് എവിടെ വേണമെങ്കിലും സംഭവിക്കാം, തിരുവനന്തപുരത്ത് സംഭവിക്കാം, ആലപ്പുഴയിൽ സംഭവിക്കാം. കാത്തിരിക്കാനാണ് സുരേഷ് ഗോപി പറഞ്ഞത്. എയിംസ് കിട്ടിയില്ല എന്ന് കരുതി പൂർണ്ണമായി കേരളത്തെ നമ്മൾ നിഷേധിച്ചു എന്നൊന്നും ഇപ്പോൾ പറയുക വയ്യ. മറുവശത്ത് ഹൈവേ വികസന കാര്യത്തിൽ കേരളത്തെയും ചേർത്ത് പിടിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിനെ നമുക്ക് കാണാം. നിരവധി പദ്ധതികൾ കേരളത്തിന് നൽകുന്നുണ്ട്. ഇതിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ഇക്കുറി ബജറ്റിൽ ഇല്ലാതെ പോയത് നമ്മുടെ സ്പീഡ് റെയിൽ, അതിവേഗ റെയിൽ പദ്ധതിയാണ്. ശ്രീധരൻ്റെ വലിയ സ്വപ്നമായിരുന്നു. ഓഫീസൊക്കെ തുറന്ന് പാവാടി ഇരിപ്പുണ്ട്. പക്ഷേ ആ പ്രതീക്ഷ അത് നമുക്ക് കൈവിടാറായിട്ടില്ല. ഒരു പക്ഷേ അതിൻ്റെ സാധ്യതാ പഠനം, മറ്റേ കെയറയിൽ പദ്ധതി ഡ്രോപ്പ് ചെയ്യാത്തത് കൊണ്ടുള്ള ഒരു സന്നിഗ്ധാവസ്ഥ, അതുകൊണ്ടൊക്കെ ആവാം ആ പദ്ധതി യാഥാർത്ഥ്യമാകാതെ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. എങ്കിലും ഒരു വാസ്തവമുണ്ട്. കേരളത്തിൽ BJP വളർന്നു വരുന്നു എന്ന ഒരു പ്രതീതി ഏതെങ്കിലും തലത്തിൽ കേന്ദ്ര സർക്കാരിന് ബോധ്യപ്പെട്ടാൽ അവർ വാരിക്കോരി തരും. കാരണം കേരളം കൂടി പിടിക്കണം എന്നത് വലിയൊരു മോഹമായിരിക്കും. അത് വലിയ വ്യതിയാനമൊന്നും അതിൽ വരാനിടയില്ല. പിന്നെ മറ്റൊന്ന്, ഇക്കുറി സംഘപരിവാർ അല്ലെങ്കിൽ BJP വിജയിക്കാത്ത നിയോജക മണ്ഡലങ്ങളിൽ അവർ കൂടുതൽ LDFനെ വിജയിപ്പിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്ന, UDF പുറത്ത് നിർത്തുക എന്ന ഒരു രഹസ്യ അജണ്ട സംഘപരിവാർ സംഘടനകൾക്കുള്ളിലുണ്ട്. അത് വളരെ ശക്തമായ തലത്തിൽ അതിന് വേണ്ട പ്രചരണവും അവർ നൽകുന്നുണ്ട്. അവർ പറയുന്നത് ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന UDF ലീഗിന് കൂടുതൽ പ്രാധാന്യം വരും അടുത്ത ഭരണത്തിൽ. ലീഗിൻ്റെ കീഴിൽ അങ്ങനെ അസ്വസ്ഥമായി കേരളം കഴിയണോ? പകരം LDF തന്നെയല്ലേ നല്ലത്? BJPയുടെ സ്പേസ് വാങ്ങിയെടുക്കുകയും അവിടെ LDFനെ വിജയിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നൊരു തന്ത്രം അവർ പുറത്തെടുത്താൽ നമുക്ക് അതിശയിക്കാനില്ല. പരമാവധി സീറ്റുകൾ തങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കുക. ഇക്കാര്യത്തിൽ ഇനി ഇടതുപക്ഷം എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുമോ എന്നൊന്നും നമുക്കറിയില്ല. എന്തെങ്കിലും രഹസ്യധാരണകൾ ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല. കടുത്ത ഭരണവിരുദ്ധത കേരളത്തിൽ നിൽക്കുന്നു. അതിനെ പരമാവധി മുതലാക്കുക. മറുവശത്ത് ഇക്കുറി LDF വിജയിച്ച് കയറിയാൽ അത് BJPക്ക് കൂടുതൽ നല്ലതാണ് എന്ന ഒരു കണ്ടുപിടുത്തം, എന്നൊരു രഹസ്യ നിരീക്ഷണം അവർക്കുള്ളിലുണ്ട്. അതുകൊണ്ട് വളരെ വിചിത്രമായൊരു തെരഞ്ഞെടുപ്പാണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് ഉറപ്പ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ നേമത്തെ കാര്യം. അതിനുശേഷം CPMൽ നിന്നുണ്ടായ വലിയൊരു ചർച്ചയുണ്ട്. അതായത് നേമത്ത് ശിവൻകുട്ടി തന്നെ നിൽക്കണമെന്നുള്ളതായിരുന്നു. പിന്നീട് ശിവൻകുട്ടി ഇല്ല, മത്സരത്തിനില്ല എന്ന് പറഞ്ഞ് അനാരോഗ്യം കാരണം അദ്ദേഹം മാറി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. പക്ഷേ അന്ന് പാർട്ടി പറഞ്ഞൊരു നിലപാടുണ്ട്. MV ഗോവിന്ദൻ പറഞ്ഞു അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്, ശിവൻകുട്ടി അല്ല പറയേണ്ടത് എന്ന് പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ നേമത്ത് ശിവൻകുട്ടി അല്ലാതെ CPMന് ഉയർത്തി കാണിക്കാൻ വേറൊരു നേതാവില്ലാത്ത സാഹചര്യം, വയ്യെങ്കിലും ശിവൻകുട്ടി അവിടെ കൊണ്ട് നിർത്താനുള്ള ഒരു നീക്കം നടക്കുന്നത് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന പേടിയാണോ CPMന്? അല്ല, ഈ നേമമണ്ഡലം കാവി മയത്തിലാണ് ഇപ്പോൾ. കാവി അണിഞ്ഞു നിൽക്കുന്ന നേമമണ്ഡലത്തെ വീണ്ടും പിടിച്ചുകെട്ടുക അത്ര എളുപ്പമല്ല. നേമമണ്ഡലത്തിൽ അടുത്ത തവണയും UDF ഒരു ആത്മഹത്യയ്ക്ക് ഒരുങ്ങും എന്ന് വ്യക്തമാണ്. UDF വോട്ടുകൾ നേരെ LDFന് കൊടുക്കാനാണ് സാധ്യത. ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എങ്കിൽ. ശക്തമായ ത്രികോണ മത്സരമാണ് നേമത്ത് നടക്കുന്നതെങ്കിൽ BJP വളരെ ഉഷാറായി ജയിക്കും. കാരണം അതാണ് അവിടുത്തെ സാധ്യത. അതല്ല UDF വോട്ടുകൾ LDFന് കൊടുത്ത് LDFന് ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനാണെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ പറ്റി അവസാനിക്കും. നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മൾ അങ്ങനെയാണ് കണ്ടത്. അക്കൗണ്ട് പൂട്ടിച്ചത് അങ്ങനെയായിരുന്നു.
പക്ഷേ ഇത്രയും അനുകൂലമായ ഒരു സാഹചര്യം കോൺഗ്രസിന് മുൻപിൽ ഇപ്പോൾ നിൽക്കുമ്പോഴും മാത്രമല്ല ഇതുവരെ CPM-നെ പിന്തുണച്ച സാംസ്കാരിക നായകർ, എഴുത്തുകാർ എല്ലാവരും പറയുന്നുണ്ട് ഒരു തുടർ ഭരണത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ അനുകൂലമായിട്ട് ജനങ്ങൾ പൊതുവെ നമ്മൾ കേരളത്തിൽ കാണുന്ന ഒരു കാഴ്ച LDF കഴിഞ്ഞാൽ UDF, UDF കഴിഞ്ഞാൽ LDF, അങ്ങനെ ഒരു കാഴ്ച. അപ്പോൾ അനുകൂലമായി തന്നെ ഈ കോൺഗ്രസിന് കാര്യങ്ങൾ നിൽക്കുമ്പോഴും പക്ഷെ അവർ ദുർബലമാകുന്നൊരു സ്ഥിതിവിശേഷം, അത്രത്തോളം ഒരു കോൺഫിഡൻസ്, ഈ പറയുന്ന BJP കാണിക്കുന്ന ഒരു കോൺഫിഡൻസ് പോലും കോൺഗ്രസിന് കാണിക്കാൻ കഴിയുന്നില്ല. അത് ഈ പറയുന്ന പോലെ തന്നെ അവർക്ക് എന്ത് നിലപാടെടുക്കണമെന്നുള്ളതായിരിക്കാം ഒരു ഭയം. കാരണം എന്ത് കാര്യത്തിൽ എന്ത് നിലപാടെടുക്കണം. ഈ പറയുന്ന VD സതീശന് നേരെയൊക്കെ വലിയ വിമർശനങ്ങൾ വരുന്നത് ഈ പറയുന്ന മുൻപ് ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കാരണം അവർ നിരന്തരം വർഗീയത പറയുമ്പോഴും അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ അതിനെ ഒന്ന് അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കരുതെന്ന് പറയാൻ പോലും ഈ പ്രതിപക്ഷ നേതാവിന് ഒരു ശക്തമായ ഭാഷയിൽ അവരോട് പ്രതികരിക്കാൻ കഴിയുന്നില്ല. അതിനിടയ്ക്ക് AK ബാലൻ രംഗത്തേക്ക് വന്നതെന്ന് പറഞ്ഞുണ്ടായിരുന്നു ഈ പറയുന്ന കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ മാറാട് ഇനിയും സംഭവിക്കും എന്നുള്ള അവരുടെ വാദങ്ങൾ, അതിനെ ഏറ്റുപിടിച്ച് അതിനെ ശരിവെക്കുന്ന പിണറായി വിജയൻ, ഇതൊക്കെ കോൺഗ്രസിനെ വല്ലാതെ അലട്ടുകയാണ്. അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയൊരു ശക്തിയും അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നവും മുസ്ലിം ലീഗാണ്. മുസ്ലിം സമുദായം ഇപ്പോൾ ഒറ്റക്കെട്ട, ലീഗിന് വലിയ സ്വാധീനം കൈവന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പണ്ടത്തെ പോലെ ജമാഅത്ത് സമസ്ത ഒന്നും വളരെ പോരിലല്ല. എന്തിനേറെ AP അബൂബക്കർ, നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പോലും പ്രധാനമന്ത്രി മോദിയുടെ മുന്നിൽ പോയി സാഷ്ടാംഗം ഇങ്ങനെ നമിച്ചു നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. മുസ്ലിം സമുദായത്തിന് ഇക്കുറി ഭരണം കിട്ടണം. അത് ലീഗിൻ്റെ ഒരു ആവശ്യമാണ്, സമുദായത്തിൻ്റെ ഒരു ആവശ്യമാണ്. കാരണം കഴിഞ്ഞ 10 വർഷമായി പടിക്ക് പുറത്ത് നിൽക്കുകയാണ്. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഹോസ്പിറ്റൽസ്, മറ്റ് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ, മറ്റ് കാര്യങ്ങൾ നിയന്ത്രിക്കണമെങ്കിൽ ധാരാളം വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ലീഗിന് ഭരണം കിട്ടണം. ലീഗിൻ്റെ ഒരു സ്വാധീനത്തെ ഒട്ടും കുറച്ചു കാട്ടാൻ കോൺഗ്രസ്സിന് കഴിയില്ല. 25 സീറ്റ് ഉറപ്പിച്ച് വരുന്നൊരു പാർട്ടിയാണ്. ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. ഇപ്പോൾ മലബാറിലൊക്കെ പ്രതിപക്ഷ നേതാവ് കടന്നു ചെല്ലുമ്പോൾ ആ പുതുയുഗ യാത്രയിൽ കണ്ട ആ ഒരു ആവേശം, ആ പുതുയുഗ യാത്രയെ ജഗപുകയാക്കിയത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ്. അവരുടെ ഒരു ആവേശം എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. പക്ഷേ ഈ ആവേശവും ഈ ഊർജവുമൊക്കെ മറുവശത്ത് കോൺഗ്രസ്സിന് വലിയ ഒരു ഭാരം ചുമക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. കാരണം ന്യൂനപക്ഷ പ്രേമം ഉയർത്തിക്കാട്ടി ഹൈന്ദവ വോട്ടുകൾ പരമാവധി UDF-ൽ നിന്ന് അകറ്റാനുള്ള ശ്രമങ്ങളുണ്ടാകും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രമേ ഇത്തരം സ്ഥലങ്ങളിൽ കമൻറ്റ് ചെയ്യാൻ കഴിയൂ. ഇവിടെയാണ് BJP-യുടെ വലിയ തൂണുകളായി നിൽക്കുന്ന സംഘപരിവാർ സംഘടനകൾ ലീഗിനെ അകറ്റി നിർത്താൻ നേരെ LDF-ലേക്ക് വോട്ടുമറിക്കുമോ എന്നുള്ള ഭയം, അത് കോൺഗ്രസിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. രാഷ്ട്രീയം നമ്മൾ പുറമേക്ക് കാണുന്നത് പോലെയല്ല. രാഷ്ട്രീയം നമ്മളൊക്കെ മാധ്യമങ്ങളിൽ കാണുന്നത്, നേതാക്കളുടെ പ്രസംഗങ്ങളിൽ കാണുന്നത് വളരെ മനോഹരമായ ഒരു ജനാധിപത്യ ക്രമത്തിൻ്റെ ഭാഗമായി നടക്കുന്ന അച്ചടക്കമുള്ള ഒരു വിധിയെഴുത്തെന്നൊക്കെയാണ്. പക്ഷേ ഇത് ഒരു ഗെയിമാണ്. ഗെയിം സെറ്റ് ചെയ്യുന്നത് ചില അജണ്ടകളുടെ പുറത്താണ്, ചില തന്ത്രങ്ങളുടെ പുറത്താണ്. കനുകൂലമൊക്കെ സോഷ്യൽ എഞ്ചിനീയറിംഗ് വിദഗ്ധരാണ് എങ്കിലും ഈ ഇലക്ഷൻ സെറ്റ് ചെയ്യുന്നതിൽ, ട്രെൻഡ് സെറ്റ് ചെയ്യുന്നതിൽ, ഇലക്ഷൻ്റെ തലേന്ന് പോലും കേരളത്തിൽ ചില പൊട്ടിത്തെറികൾ വീഴുന്നത് ഒക്കെ ഈ ഗാംബ്ലിങ്ങിൽ ഈ ഗെയിം സെറ്റേഴ്സ് നടത്തുന്ന പ്രകടനങ്ങളാണ്. ആ പ്രകടനങ്ങളിൽ പലപ്പോഴും ജനം തെറ്റിദ്ധരിക്കും. ഒരു മായാലോകം സൃഷ്ടിച്ചുകൊണ്ട് പലപ്പോഴും ജനങ്ങളെ കബളിപ്പിക്കും. ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ പോലും ഒരു അനിശ്ചിതത്വം ഉണ്ടാക്കും. കഴിഞ്ഞ 10 വർഷം കേരളം ഭരിക്കുന്ന LDF-നെ കുറച്ച് കാണാൻ കഴിയില്ല. അവരുടെ ഖജനാവ് വളരെ ശക്തമാണ്. എല്ലാ അധികാര ശ്രേണികളിലും അവരുടെ കടന്നുകയറ്റമുണ്ട്. വലിയ ചെയിൻ പോലെ സ്വാധീന വലയമുണ്ട്. അപ്പോൾ അതിനോട് ചേർത്ത് വയ്ക്കാം ഇക്കുറി NDA BJP-യുടെ നീക്കങ്ങൾ. കാരണം കേന്ദ്രം തുടർച്ചയായി ഭരിക്കുകയാണ്, പണത്തിനൊരു കുറവില്ല, വലിയ പ്രാദേശിക ബന്ധങ്ങളുണ്ട്. ഏതെങ്കിലുമൊക്കെ തലത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ പറ്റിയവരുടെ ഒരു വലിയ നിരയുണ്ട്. കേരളത്തിലെ ചില മണ്ഡലങ്ങളിലെങ്കിലും ഒരു MLA ജയിപ്പിച്ചെടുത്താൽ അവർ ഭാവിയിൽ കേന്ദ്രത്തിൽ വരെ എത്തുന്ന വലിയ നേതാക്കളാകും എന്ന പ്രതീക്ഷയും ജനങ്ങളിലുണ്ട്. അതുകൊണ്ട് NDA BJP നമുക്ക് ഒട്ടും ഈ തെരഞ്ഞെടുപ്പിൽ നിസ്സാരരായി കാണേണ്ട. LDF വലിയ ഭരണവിരുദ്ധത നേരിടുന്നു എങ്കിലും ഈ ഒരു ഗാംബ്ലിങ്ങിൽ എന്തൊക്കെ തന്ത്രങ്ങൾ പുറത്തു വരും എന്ന് നമുക്കറിയില്ല. വളരെ സൂക്ഷ്മതയോടെ അച്ചടക്കത്തോടെ UDF നീങ്ങുന്നുണ്ട്. എല്ലാവരും പ്രവചിക്കുന്നത് പോലെ വലിയൊരു തരംഗം കേരളത്തിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു തരംഗം ഇക്കുറിയും
നിൽക്കും എന്ന് തന്നെയാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അങ്ങനെയെങ്കിൽ എല്ലാ തന്ത്രങ്ങളെയും അട്ടിമറിച്ച് ജനങ്ങൾ വിജയിക്കും. നമുക്കറിയില്ല ഇത് ജനങ്ങളുടെ വിജയമാണോ, തന്ത്രങ്ങളുടെ വിജയമാണോ, ഒരു ഗെയിം സെറ്റേഴ്സിൻ്റെ വിജയമാണോ, അതൊക്കെ വരും ദിവസങ്ങളിലെ നമുക്ക് നിർവചിക്കാൻ കഴിയും. എന്തായാലും BJP ശക്തമായി തന്നെയാണ് രംഗത്തേക്ക് ഇറങ്ങാൻ പോകുന്നത്. അവരുടെ കരുത്തുറ്റ നേതാക്കളെ തന്നെ ഇറക്കുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാജിക് കാണിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് അവരുടെയും വിശ്വാസം. അങ്ങനെ സീറ്റ് പിടിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ കാണിച്ച ആ ഒരു മാജിക് അത് നിയമസഭയിൽ വീണ്ടും ആവർത്തിക്കും. രാജീവ് ചന്ദ്രശേഖറിൻ്റെയും കൂട്ടരുടെയും ലെവല് തന്നെ വീണ്ടും മാറുകയാണ്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.